എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? അതായത് സിനിമാ ഫീൽഡിൽ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കും ആക്ട്രസ്മാർക്കും കൃത്യമായിട്ട് തുല്യ വേതനം, അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ പോലും നൽകുന്ന കുറച്ച് വിവേചനം, ഇങ്ങനെ കുറച്ചേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൃത്യമായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. ഇതാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ഹേമ മെം, പിന്നെ അതിനകത്തുള്ളതെന്ന് പറയുന്നത് സിനിമാ ഫീൽഡിലെ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള നമ്മുടെ ശാരദ മാം തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം ഇവരുടെ മുന്നാലെ ചെന്ന് കുറേ അധികം ആൾക്കാർ അല്ലെങ്കിൽ ആക്ട്രസ്മാർ മൊഴി രേഖപ്പെടുത്തിയുണ്ടായി. 2017 ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പം ഇതുമായി സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇവിടെ മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ ഇതിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റിപ്പോർട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ടൊരു സമത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.